ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടിയെ ഇന്ന് ബംഗളൂരുവിലേക്ക് മാറ്റില്ല. ന്യൂമോണിയയും പനിയും കുറഞ്ഞതായും ആന്റിബയോട്ടിക്കിനോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമേ ആശുപത്രി മാറ്റം ഉണ്ടാകുമെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരോഗ്യസ്ഥിതി നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സുഖം പ്രാപിച്ച് വരികയാണ് അദ്ദേഹം. ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോടും എല്ലാം നന്നായി സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിന് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂമോണിയ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് പനിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല പൂർണ്ണമായി ആരോഗ്യം ഭേദമായതിനു ശേഷം തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും ഗവൺമെൻറ്റും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ആശുപത്രിയും തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി? മെച്ചപ്പെട്ടതാണ്, പക്ഷേ ആശുപത്രി മാറ്റത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് അദ്ദേഹം എത്തിയില്ല. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് ശ്വാസന സഹായി അദ്ദേഹത്തിന് ഘടിപ്പിച്ചിരുന്നു. അതായത് ബൈപ്പാപ്പ് ഘടിപ്പിച്ചായിരുന്നു ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. പക്ഷെ അത് ഇന്ന് രാവിലെ മാറ്റിയിട്ടേ ഉള്ളൂ. കൂടാതെ അണുബാധയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല, അണുബാധയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഓക്സിജൻ ലെവൽ, രക്തത്തിലെ ഓക്സിജൻ ലെവലും സാധാരണ നിലയിലാവുകയും പനി കുറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. മറ്റു അപകട നിലയൊന്നുമില്ല. വലിയ ആരോഗ്യ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തു, ഡോക്ടർമാരോടും സംസാരിച്ചു. അതേസമയം പൂർണ്ണമായി ഈ ആന്റിബയോട്ടിക് കോഴ്സ് ചെയ്തതിനു ശേഷം മാത്രം ഇവിടെ നിന്ന് മാറ്റി തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് കുടുംബാംഗങ്ങൾ സർക്കാരിനെയും അറിയിച്ചു. അങ്ങനെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മെഡിക്കൽ ബോർഡും എത്തുന്നത്. കാരണം പൂർണ്ണ തോതിൽ മരുന്നുകളുടെ അളവ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ആന്റിബയോട്ടിക്കിനോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഒരു ആന്റിബയോട്ടിക് കോഴ്സ് തീരാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ മതി എന്നാണ് തീരുമാനം. അത് ബന്ധുക്കളുടെ തീരുമാനം മെഡിക്കൽ ബോർഡിനെ അറിയിക്കുകയും മെഡിക്കൽ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരും ദിവസങ്ങളിൽ 1-2 ദിവസം കൂടി അദ്ദേഹം ഇവിടെ തുടരും. എന്തായാലും ആരോഗ്യനില നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. 2 ദിവസം മുൻപ് ന്യൂമോണിയ ബാധിതനായി എത്തിയതെങ്കിലും ശ്വാസകോശത്തിന്റെ അണുബാധ ഒരു പരിധിവരെ ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.